വണ്ടി റോങ് ആയിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി. ഇപ്പോൾ ഇവിടെ 2 ബസ്സുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അപ്പം നമ്മൾ ആ വണ്ടിയെ ജസ്റ്റ് കാണുകയും നമ്മുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് ഒതുക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് പെട്ടെന്നൊരു വാഹനമാണ് ഈ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറിയത്. അപ്പോൾ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഒരു കാറ് ഒരു മെയിൻ റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് വാഹനങ്ങളുള്ള ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റു വണ്ടികളെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ? പ്രത്യേകിച്ച് റോഡിൽ നമുക്ക് ബസ്, ലോറി, ചെറിയതും വലിയതുമായിട്ടുള്ള വണ്ടികൾ എതിരെ വരാം, പുറകിൽ നിന്ന് വാഹനങ്ങൾ കയറി വരാം. അപ്പോഴൊക്കെ നമ്മുടെ വാഹനത്തോട് ഈ എതിരെ വരുന്ന വാഹനങ്ങളും പുറകിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങളും അടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ ആയിട്ട്. റോഡിൽ കാണുന്ന മറ്റു വണ്ടികളെ ജഡ്ജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വണ്ടി ഓടിക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല തിരക്കുള്ള ഒരു മെയിൻ റോഡിലാണ് എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള റോഡുകളിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എതിരെ വരുന്ന എല്ലാ വാഹനങ്ങളെയും നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ള റോഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എതിരെ ചിലപ്പോൾ വലിയ ബസ് വരാം, ചിലപ്പോൾ ലോറി വരാം, ചിലപ്പോൾ ചെറിയ വാഹനങ്ങൾ വരാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് തന്നെ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബസ് നമ്മളെ ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ, നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യും. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യും. സൈഡിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാകും, ഒബ്ജക്റ്റുകൾ ഉണ്ടാകും. അപ്പം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ടുള്ള സ്പേസുകൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു മികച്ച ഡ്രൈവറായി ഒരു വാഹനം ഇതുപോലെയുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അത് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്യുകയാണ്, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ശേഷം ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം നമ്മളിപ്പോൾ റോഡിലേക്ക് എടുക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ക്ലച്ചിന്റെ പ്രോപ്പർ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു റൗണ്ട് ഞാൻ ഇത് റൈറ്റ് സൈഡിലേക്ക് ഒരേ റൗണ്ടേ തിരിക്കുന്നുള്ളൂ. ഹാഫ് ക്ലച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനം റോഡിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയാൽ ഉടൻ തന്നെ ബ്രേക്കിലേക്ക് കാല് വെച്ച് വണ്ടിയെ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, പതിയെ വാഹനം ഇടതാണെന്ന് ഉറപ്പുവരുത്തി പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു കൈ വലത് കൈ സ്റ്റിയറിംഗിൽ ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ചേർത്തിരുന്നു. വീണ്ടും എൻ്റെ 2 കൈയും ഇതേ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ലെഫ്റ്റ് ലൈൻസിനോട് ചേർന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്തും വണ്ടി പാളി പോകരുത്, വണ്ടി റോഡിന്റെ ഇടതായിരിക്കണം. അപ്പൊ അതിന് ഗിയർ ഇടുക എന്നുള്ള ഒരു കാര്യത്തിന് തിടുക്കം കൊടുക്കാതെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി റോഡിന്റെ ഇടതാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിങ്ങിനെ ഈ ഒരു ഭാഗത്ത് പിടിക്കുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നന്നായിട്ട് ബാലൻസ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമ്മളുടെ ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിലേക്കും കൂടെ വെക്കുന്നു. എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു. ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് പതിയെ ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പൊ നമ്മൾ 3ാമത്തെ ഗിയറിലേക്ക് വന്നു. ഇനി ഇപ്പൊ നമ്മൾ 3ാമത്തെ ഗിയറിൽ വന്നു, ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ടോ, അവര് സുഖകരമായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മൾ വാഹനം പഠിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും റോഡിന്റെ നടുക്ക് ഓടിക്കും. അപ്പൊ ഈ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുപോലെ കയറി പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നടുക്ക് ഓടിക്കരുത്. അപ്പം പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്ത് ചെയ്യും, നമ്മളെ ഹോൺ ചെയ്യും. ഇനി നമ്മൾ എതിരെ ഒരു വാഹനം വരുമ്പോൾ ജഡ്ജ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ്. ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ തേർഡ് ഗിയർ പോവാണ്, എതിരെ ഒരു ബസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൻ ഫോക്കസ് എപ്പോഴും ബസ്സിലേക്ക് നോക്കി ഓടിക്കരുത്. അല്ലെ എതിരെ വരുന്ന വണ്ടിയെ ഇങ്ങനെ നോക്കി ഓടിക്കരുത്. ഇങ്ങനെ നോക്കി ഓടിച്ചാൽ നിങ്ങൾ ഇതുപോലെ റോഡിന്റെ നടുക്കോട്ട് നിങ്ങളുടെ വണ്ടി പോകും. അപ്പൊ എതിരെ വരുന്ന വാഹനത്തെ ജസ്റ്റ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും എതിരെ വരുന്ന വണ്ടിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഓടിക്കരുത്. അങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ തുടക്കക്കാർ എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി വന്നാൽ വണ്ടി വരുന്നുണ്ട്, എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വാഹനം കാണുമ്പോൾ തന്നെ നമ്മൾ ഇത്തിരി കൂടെ ലെഫ്റ്റ്
സൈഡ് ചേർന്ന് വരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ എതിരെ ഒരു വണ്ടി റോങ് ആയിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി. ഇപ്പോൾ ഇവിടെ 2 ബസ്സുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അപ്പം നമ്മൾ ആ വണ്ടിയെ ജസ്റ്റ് കാണുകയും നമ്മുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് ഒതുക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് പെട്ടെന്നൊരു വാഹനമാണ് ഈ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറിയത്. അപ്പോൾ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട മെത്തേഡ്, മുന്നിൽ പോകുന്ന വാഹനമായിട്ട് ഒരു വണ്ടി ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ 3rd ഗിയറിലാണ് വരുന്നത്. നമുക്ക് സ്പീഡ് കൂടുമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലച്ച് പിടിച്ച് 2nd ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി സ്ലോ ആകുകയും മുന്നിലുള്ള ഒരു വാഹനത്തെ നമുക്ക് ജഡ്ജ് ചെയ്ത് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട്, ഒരു വണ്ടി ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ കണ്ടില്ല, മുന്നിലുള്ള വാഹനം പോകുന്നുണ്ട്, ഞാൻ 2nd കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അധികം സ്പീഡ് ആകാതെ സ്ലോ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഞാൻ ഇതേ 3rd ഗിയറിലേക്ക് ഇടുന്നു. ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ വളവുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എതിരെ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പരമാവധി ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ വാഹനം ചേർന്നുണ്ട്. ഇതുകൊണ്ടോ പരമാവധി ലെഫ്റ്റ് സൈഡ് വാഹനം ചേരുക. ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വാഹനം വരുന്നുണ്ട്, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ലൈനിനോട് ചേർക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി ലെഫ്റ്റ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ എതിരെ ഒരു ബസ്, ലോറി പോലെയുള്ള വണ്ടികളൊക്കെ വന്നാൽ നമ്മുടെ സൈഡിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത്രയും ലെഫ്റ്റ് ചേർന്ന് പോകുന്നതുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തെ നമുക്ക് ഫിയർ ഇല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം കണ്ടില്ല, ഒരു വാഹനം എതിരെ ഓവർടേക്ക് ചെയ്ത് വരുന്നു, നമ്മൾ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി 3rd ഗിയർ വരെയെങ്കിലും നിങ്ങൾ കുറഞ്ഞ പക്ഷം വരാനായിട്ട് ശ്രമിക്കണം. നമ്മൾ 4th കൊടുക്കുക, അതായത് സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഗിയർ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഇതുകൊണ്ട് ലെഫ്റ്റ് ചേർന്ന് വരുന്നു, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറിപ്പോകുന്നു. ഞാൻ എന്തുകൊണ്ടാണ് 3rd വരണം 4th വരണം എന്ന് നിങ്ങളോട് പറയുന്നതിന് പിന്നിലെ ഒരു കാര്യം പറയാം. നമ്മൾ 1st 2nd ആണ് ഇട്ട് ഓടിക്കുന്നതെങ്കിൽ വണ്ടിക്ക് ഒരു പിടുത്തത്തോടു കൂടിയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ 4th പോകുന്നു, എതിരെ വാഹനങ്ങൾ വരുന്നുണ്ട്, ലെഫ്റ്റ് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ 4th പോകുമ്പോൾ ഒരു ആവറേജ് ചെറിയൊരു സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്താണ് ഞാൻ വരുന്നത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ ഒരു താളം ഉണ്ടായിരിക്കും, റോഡിൽ വണ്ടി പോകുന്നതിന് ഒരു താളം ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഇവിടെ അതിന് പകരമായിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ട് വന്നാൽ ഫസ്റ്റ് മാത്രം ഓടിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നമ്മൾ ആക്സലറേഷൻ കൊടുത്തിട്ട് കാലൊന്ന് അയക്കുമ്പോൾ സ്പീഡ് കുറയും. അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ റോഡിൽ ഇങ്ങനെ പിടിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ പോകാതെ നമുക്ക് ഒരു ചെറിയ വേഗത ബാലൻസ് ചെയ്ത് താളത്തിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2nd ഗിയറിലേക്ക് ഇടുന്നു. 2nd ഗിയറിലേക്ക് ഇട്ടപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായി, നമ്മുടെ ഡ്രൈവ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് വരുന്നുണ്ട്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയിട്ട് എന്ത് ചെയ്തു, ക്ലച്ച് പിടിച്ച് ഞാൻ 3ഡിലേക്ക് ഇട്ടു. ഇപ്പോൾ പോകുന്ന നമ്മുടെ വാഹനം ഒരു 30 കിലോമീറ്റർ വേഗതയെ പോകുന്നുള്ളൂ. 30 കിലോമീറ്റർ വേഗതയെ നിങ്ങൾക്ക് തേടി പോകാം. അത് നിങ്ങൾ അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡിലും 30 കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, ഒരു പിടിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കൊരു താളത്തിലുള്ള ഡ്രൈവ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലഭിക്കത്തില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് 4th കൊടുക്കുന്നു. 4th കൊടുത്താലും എൻ്റെ വണ്ടി ഇതുകൊണ്ട് എനിക്ക് 4th ഗിയറിൽ പോയാലും ഒരു 30 കിലോമീറ്റർ സ്പീഡ് ബാലൻസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ആവറേജ് ചെറിയൊരു റണ്ണിങ്ങുമാണ്, ഒരുപാട് സ്പീഡും ഇല്ല, കൺട്രോളിൽ നമുക്ക് ഇതുകൊണ്ട് എല്ലാ ഗിയറും മാറി 4 ഗിയറും മാറി നമുക്ക് ഓടിക്കാൻ കഴിയും. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 5th ഗിയർ കൊടുക്കാം. ഞാൻ ഇവിടെ 5ാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്താലും എനിക്ക് കണ്ടില്ല, എനിക്ക് ഈ ഒരു 30 കിലോമീറ്റർ വേഗത ഇത് ഇവിടെ ബാലൻസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇത് 20-30 കിലോമീറ്റർ വേഗത മീറ്റർ കാണിക്കുന്നത്. അത് ജസ്റ്റ് ബാലൻസ് ചെയ്ത് ഞാൻ ചെറിയൊരു ഇറക്കത്തോട് കൂടിയ റോഡിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. വീണ്ടും ഇവിടെ ഒരു വളവുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് 4th നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ചും കൂടെ പിടുത്തത്തിലേക്ക് വരും. വീണ്ടും വളവിൻ്റെ അളവ് കൂടുമ്പോൾ 3rd നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എഞ്ചിൻ ബ്രേക്കിങ്ങിലേക്ക് വന്ന് ഇതുണ്ടോ നമുക്ക് വാഹനത്തിന് വേഗത ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തും കൂടെ ഓടിക്കാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ എതിരെ വരുന്ന വാഹനത്തെ ജഡ്ജ് ചെയ്തുകൊണ്ട് ഓരോ വാഹനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.